ഹരീഷ് ശിവരാമകൃഷ്ണനാണ് നമുക്കപ്പോൾ. ഹായ് ഹരീഷ്. ഹലോ. കുറച്ച് നാളായി കണ്ടിട്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വേണമല്ലോ അല്ലേ. ഇന്ന് ഞാൻ ശരിക്കും ഹരിഹരൻ സാറിനെ കണ്ടപ്പോൾ ഹരീഷിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഹരിഹരൻ സാറ് മലർകളെ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഹരീഷിന്റെ മലർകളെ ഓർത്തു. അയ്യോ, ഇപ്പോൾ വർത്താനം പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് അത് പാടിയിട്ട് നമ്മൾ സാറിനെ കുറിച്ച് വർത്താനം പറയാം. പിന്നെന്താ, സാറിന്റെ പ്രോഗ്രാമും ഉണ്ട് ഇന്ന് ഇവിടെ ബാംഗ്ലൂർ. എക്സൈറ്റഡ് ആണ്. മേഘം തിറந்து കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിந்து കൊള്ള വാവാ, മാർബിൽ ഒളിந்து കൊണ്ടാൽ മാരണം വരും, കൂന്തലിൽ ഒളിந்து കൊള്ള வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, மறக்காது என் ராகம் மறிக்காது என் தேகம், 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே ഇത് എന്നെ നിனைവാ. വാവ്. സാറിനെ കുറിച്ച് ഹരീഷ് പറഞ്ഞു തുടങ്ങും. കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയതിന് മുന്നേ എനിക്ക് ഹരിജിയുടെ ആകെ അറിയുന്ന നമ്മൾ ഹായ് രാമ എന്നുള്ള പാട്ടും, ആദ്യം ഹായ് രാമ പിന്നെ ഉയിരെ, ആ ഓർഡറിലാണ് കേൾക്കുന്നത്. ഹായ് രാമ ഉയിരെ, അപ്പൊ ഈ രണ്ട് പാട്ടും അപ്പൊ എനിക്ക് അപ്പം ഈ ഹായ് രാമ കേൾക്കുമ്പോൾ എനിക്ക് 15 വയസ്സ്. അപ്പൊ ഉയിരെ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുമ്പേ കണ്ടാണ് വന്നത്. ഒരു 93-94 ബോംബെ സിനിമ ആസ് സൈനോ വരുന്നത്. 94 or 95 ആ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും കാലം മലയാളം പാട്ട് മാത്രം കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു വോക്കൽ ട്രീറ്റ്മെൻറ്റ്, ഒരു കമേഴ്ഷ്യൽ ഫിലിം സോങ്ങിൽ ഇങ്ങനെ ഒരു വോക്കൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഒരു ലൈഫ് ഓൾട്ടറിങ് എക്സ്പീരിയൻസ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ എൻ്റെ പ്രായമുള്ള കുറേ ആർട്ടിസ്റ്റിനെ വെച്ചാൽ ആ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഭയങ്കര ലൈഫ് ഓൾട്ടറിങ് ആയിട്ടൊരു മോമെൻ്റാണ് ഹരിജിയുടെ പാട്ടുകൾ ആദ്യം നമ്മൾ കേൾക്കുന്നത്. അന്ന് അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിൻ്റെ ഗസൽ റെപ്പർട്ടുവർ നമ്മൾ കേട്ടിട്ടില്ല. ആ സമയത്ത് എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം പിന്നെ അതിനിടയ്ക്ക് പിന്നെ വിദ്യാജിയുടെ മറ്റേ ഓദിൽ രൂപ, അതും അതേ സമയം. അപ്പം ഇങ്ങനെ പെട്ടെന്നൊരു വോയിസ് നമ്മളിലേക്ക് എത്തുകയാണ്. അതുപോലെ ദാസേട്ടൻ്റെയും എം ജി ശ്രീനിവാസ് സാറിൻ്റെയും വേണുഗോപാൽ സാറിൻ്റെയും ഒക്കെ വോയിസിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ വോയിസ് എന്നെപ്പോലെ ഒരു ടീനേജറിൻ്റെ അടുത്തേക്ക് അറൈവ് ചെയ്യുന്നത്, അതും ആ ഒരു പുള്ളിയുടെ ഒരു ഫിനസ്, അല്ലെങ്കിൽ മൂപ്പരൊരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഡൈനാമിക്സിൻ്റെ യൂസ്, അല്ലെങ്കിൽ ആ വോയിസിൻ്റെ തന്നെ ഒരു വിഷാദ മധുരം എന്നൊക്കെ പറയുന്ന ഒരു മെലങ്കളി, അതേ സമയത്ത് ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ആദ്യം ഹരിജി എന്നുള്ള ഒരു മ്യൂസീഷ്യൻ ഹിറ്റ് ചെയ്ത ഒരു ചുറ്റിക കൊണ്ട് അടി കിട്ടുന്ന പോലത്തെ ഒരു ഹിറ്റാണ് അത്. നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഒരു പക്ഷെ അതിൻ്റെ ഒരു പ്രൊഫൗണ്ടായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ബംഗാളി സീനിയർ എന്നെ റാഗ് ചെയ്യാൻ വേണ്ടി പിടിച്ചപ്പോൾ അത് കഴിഞ്ഞ് എനിക്കൊരു കാസറ്റ് തന്നു. അപ്പോൾ ഹരിജിയുടെ ഹാസിർ 1 ആദ്യം, രണ്ടാമത്തെ അതൊരു കാസറ്റ് തന്നിട്ട് നീ ആദ്യം ഇതൊന്ന് പോയി കേക്ക് എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് വിരട്ടുമല്ലോ, അപ്പൊ അങ്ങനെ ഒരു വിരട്ടിന്റെ ഭാഗമായിട്ട് തന്ന് ആ ഒരു 17 വയസ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഗസൽസ് കേട്ട് തുടങ്ങിയതാണ്. ഇപ്പം പറയുമ്പോൾ 27 കൊല്ലം കഴിഞ്ഞപ്പോൾ 44 വയസ്സായി. ഈ കണ്ട കാലം മുഴുവനും ഞാനൊരു ലിറ്ററൽ സബ്ജക്റ്റ് പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ഹരിജി. ഓരോ തവണ നമ്മൾ കേൾക്കുമ്പോഴും ദർ ഇസ് സംതിങ് ടു ലേൺ. അത്രയും ലെയേഴ്സ് ഉണ്ട് പുള്ളിയുടെ മ്യൂസിക്കിൽ. ഒരു സാധാരണക്കാരന് ഒരു ലെയറും ഇല്ലാതെ ലളിതമായിട്ടത് കേൾക്കുമ്പോൾ ഒരു അക്കാഡമിക് ആയിട്ട് ആ പാട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര ഡെപ്ത് ഓഫ് മ്യൂസിക്, അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഓഫ് എക്സിക്യൂഷൻ, പുള്ളിയുടെ അപ്രോച്ച് ഇന്നും എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ഫുൾ ഡീറ്റെയിലിൽ ആ ഫുൾ അപ്രോച്ച് ഡിസെക്റ്റ് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. നമുക്കതൊന്ന് പഠിച്ച് അത് തന്നെ തിരിച്ച് പ്രസൻറ്റ് ചെയ്യാം. അതിൻ്റെ മോഡൽ ചെയ്യാന്നുള്ളതൊക്കെ
അപ്രാപ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അത് തന്നെ ഒന്ന് റീഡു ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പ്. എനിക്ക് ഏറ്റവും എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ള, എന്നെ ഇന്നും എന്നും ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ, വോക്കലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല വോക്കലിസ്റ്റിനെ ഇഷ്ടമാണ്. ഗായകൻ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഗായികയെ ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഫുൾ മ്യൂസീഷ്യൻ, ഒരു കമ്പോസർ, പെർഫോമർ, സിംഗർ, മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോളജിസ്റ്റ്, ആ ഒരു ബാൻഡിലേക്ക് എടുത്താൽ എൻ്റെ മനസ്സിലെ ഏറ്റവും ഉയരത്തിലും ആദ്യവും വരുന്ന പേര് ഹരിജിയുടെയാണ്. പക്ഷെ ഒരു ഗായകൻ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗായകരെ അതേപോലെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രോഗ്രാം, ഞാൻ എത്രയോ ഗസൽ പ്രോഗ്രാം ഹരിജിയുടെ ഈ കണ്ട വർഷം മുഴുവൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു തരത്തിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ലെങ്കിൽ ഞാൻ പോകാൻ പറ്റിയാണെങ്കിൽ ഇന്നും വരെ മിസ് ചെയ്യാത്ത, ഇന്നും ഒരു ആദ്യത്തെ പ്രോഗ്രാമിന് പോകുന്ന അതേ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ 6 മണിക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങും, വീണ്ടും അവിടെ പോയിരിക്കുകയാണ്. അപ്പം അത്രയും എന്നെ സ്വാധീനിച്ച ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ അതിലും ചുരുക്കി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത്രയും നീട്ടി വളച്ച് തന്നെ പറഞ്ഞു. ഹരീഷ് ശരിക്കും അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് സാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, എങ്ങനെയാണ് പുള്ളി അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഹരീഷ്? അത് ഹരിഹരൻജിയുടെ വോയിസോ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷനോ അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ഹരിജിയുടെ വോയിസും സ്റ്റൈലും അനുകരിക്കുന്ന ഒരാളെ എനിക്കറിയാം. അത് നമ്മുടെ വീത്തരാഗേട്ടനാണ്, കോഴിക്കോടുള്ള. അപ്പോൾ പുള്ളി മറ്റേ ബെന്നറ്റ് വീത്തരാഗ് പറഞ്ഞ പുള്ളി പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് മഴ ഞാൻ അറിഞ്ഞിരുന്നുള്ള പാട്ട് ഹരിജിയെ കൊണ്ട് പാടിച്ചത് വീത്തേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ ഇദ്ദേഹത്തിനെ അനുകരിക്കാൻ പറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വോയിസ്, ടെക്സ്ചർ, അതുപോലെ അദ്ദേഹം പാടുന്ന ഒരു മീറ്റർ, ഹരിജിക്ക് ഒരു മീറ്റർ ഉണ്ട്, എല്ലാ ഗായകർക്കും ഒരു മീറ്റർ ഉണ്ട്, എനിക്കും ഉണ്ട്. ഇപ്പൊ പാടുന്ന ഏത് ചെറിയൊരു കുട്ടി എടുത്താലും ആ കുട്ടിയുടെ സിംഗിങ്ങിൽ ഒരു മീറ്റർ ഉണ്ടാവും. നമ്മൾ കാലക്രമത്തിൽ ഇങ്ങനെ അടിച്ച് പഠിപ്പിച്ച് ആ മീറ്റർ മറ്റൊരാളുടെ മീറ്റർ ആക്കും ഒന്ന്. പക്ഷേ എല്ലാ ജനിച്ചു വരുന്ന കലാകാരനും ഒരു മീറ്റർ. ഈ ഹരിജിയുടെ മീറ്റർ ഭയങ്കര ഇനിമിറ്റബിൾ ആണ്. അദ്ദേഹത്തിന്റെ വോയിസിൽ അദ്ദേഹത്തിന്റെ ആ വോയിസ് ബോക്സിൽ നിന്ന് മാത്രം ചെറിയ, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പുള്ളിയുടെ ഒരു കോമ്പസിഷണൽ സ്റ്റൈൽ. പുള്ളി ഒരു സംഗതി എന്നുള്ള സംഭവം എടുത്താൽ അദ്ദേഹം അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ അപ്രോച്ച് ഭയങ്കരമായിട്ട് എന്നെ ചെറുപ്പം തൊട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സമയം തൊട്ട് ആ അപ്രോച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അപ്രോച്ചിനെ ഞാൻ ഒരുപാട് അതിലേക്ക് എത്താനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ആ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സ്ഥിരം ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ ആ സിംഗിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ പ്രൊജക്ഷൻ, അത് ലിറ്ററലി ഇമ്പോസിബിൾ. താങ്കൾ പോയി ചോദിച്ചു നോക്കി ഏത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആലോചന, ആ പ്രൊജക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അനുകരണം ചെയ്യാനേ പറ്റാത്ത ഒരു പ്രൊജക്ഷനാണ്. ഇറ്റ്സ് ഇൻസെയിൻ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് വിദ്യാസാഗർ ഷോയിൽ ഹരീഷ് ഓ ദിൽറുബ പാടുന്ന സമയത്ത് ഹരിഹരൻ അടുത്തിരുന്നുണ്ട്. ആ പ്രസൻസിൽ ആ സാധനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഒരു തരിപ്പോ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഹരീഷിൻ്റെ മനസ്സിൽ അപ്പോൾ പോയത് ആ പ്രസൻസിൽ ചെയ്യുന്നത്? അതൊരു ഭയങ്കര മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പം ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത 1-2 കാര്യങ്ങൾ അന്ന് എനിക്കറിയാൻ പറ്റിയത്. ഞാൻ ഹരിജി എന്ന് പറയുമ്പോൾ നമുക്ക് ഹരിജി അറിയാം, നമ്മളെല്ലാ പ്രോഗ്രാമിലും പോകുന്നു. പക്ഷെ ഹരിജിക്ക് നമ്മളുടെ എക്സിസ്റ്റൻസ് അറിയും എന്നുള്ളത് നമ്മൾ റിമോട്ടായിട്ട് പോലും പ്രതീക്ഷിക്കുന്നില്ല. പ്രധാനമായിട്ടും നോക്കിയാൽ ഞാൻ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ നിലനിന്നു പോകുന്ന ഒരാളല്ല. ഞാനൊരു സ്വതന്ത്ര സംഗീതജ്ഞൻ, എൻ്റെ ബാൻഡിൻ്റെ ആ ഒരു നീഷ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല. അതൊരു സിനിമാ രംഗത്ത് കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അത്രയും ഒരു സിനിമ മ്യൂസിക്കിൽ അത്രയൊരു റെപ്പർട്ടുവർ എനിക്കില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഹരിജിക്ക് ഇങ്ങനെ ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടാവും എന്നുള്ള ഒരു ചെറിയൊരു സൂചന പോലും അദ്ദേഹത്തിന് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്നെ കണ്ടപ്പോൾ പുള്ളി വന്നപ്പോൾ ഞാൻ വേഗം നടന്ന് ചെന്നപ്പം പുള്ളി ആദ്യം പറഞ്ഞത്, I know of you, I'm aware of your music, you are doing pretty well for yourself. ഇതാണ് ലിറ്ററലി പറഞ്ഞത് ഇംഗ്ലീഷിൽ. അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് പുള്ളിക്ക് ഞാനെന്നുള്ളൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു മെഡൽ കിട്ടുന്ന പോലെയാണ്. പുള്ളി അവിടെ പാട്ട് നന്നായ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പാട്ടിനെ കുറിച്ചൊന്നും പുള്ളി ഒന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അന്ന് പുള്ളിയാണ് അപ്പോൾ പറഞ്ഞത്, ഇയാൾ എൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കവറൊക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അപ്പം ഈ ദിൽറുബ, അപ്പോൾ എനിക്കൊന്ന് വിദ്യാജിയോട് ഹരിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ ഉണ്ട്, പക്ഷേ ഹരീഷ് പാടട്ടെ, അയാൾ ഈ പാട്ട് പാടട്ടെ, ഐ വിൽ ലിസൺ, ഐ വിൽ ബി ദെയർ ഓൺ സ്റ്റേജ്. അപ്പോൾ വിദ്യാർത്ഥിയുടെ മാനേജർ മുരുകൻ സാറുണ്ട്. അപ്പോൾ പുള്ളി എന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഹരിജി വാണ്ട്സ് യു ടു സിംഗ് ഓ ദിൽറുബ, ഹി വിൽ ബി ദെയർ, യു ക്യാൻ സിംഗ് ഇറ്റ് ആസ് എ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഓ ദിൽറുബ ഗാനമേളകളിൽ ഞാൻ എണ്ണിയാലൊടുങ്ങാത്തത്രയും പ്രാവശ്യം ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ
എണ്ണി എടുക്കാൻ പറ്റാത്ത അത്രയും പ്രോഗ്രാമിൽ ഞാൻ ഈ പാട്ട് ഞാൻ ബൈ ദ വേ എന്നെക്കുറിച്ച് അധികം അറിയാത്തൊരു കാര്യം, ഒരു പ്രട്ടി ലോങ് ഗാനമേള പാസ്റ്റ് ഉണ്ട്. ഇഷ്ടം പോലെ ഗാനമേളകൾ പാടിയിട്ടുണ്ട് ഈ ബാൻഡ് സീനിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പം അന്നിപ്പോൾ ചോദിച്ചതിന് മറുപടി എനിക്ക് ആ പാട്ട് നന്നായി അറിയാം. എന്ന് വെച്ചാൽ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും ക്യൂ ആണെങ്കിലും എവിടെ എപ്പോൾ വരും, ഏത് സംഗതി എങ്ങനെ വരും, എന്ത് മൗത്തിങ് ആണ്, എന്ത് ഇൻറ്റർനേഷൻ ആണെന്നുള്ളതൊക്കെ ബൈ ഹാർട്ട് അറിയാം. അന്ന് ആകെ ശ്രമിച്ചത്, ഞാൻ ആഗ്രഹിച്ച ഒരു 2-3 പോയിന്റ് ആ പാട്ടിൽ. അത് ഹരിജി ചെയ്യുന്ന ആ 2-3 പോയിന്റ് എനിക്ക് പുള്ളിയുടെ അക്നോളജ്മെൻറ്റ് വേണം എന്നും മനസ്സിലാഗ്രഹിച്ചിരുന്നു. ആ സാധനം കറക്റ്റായ എനിക്കന്ന് ഏറ്റവും കിട്ടിയ ഹാപ്പിനെസ് വിദ്യാജിയുടെ അടുത്തു നിന്നും ഹരിജിയുടെ അടുത്തു നിന്നും ഞാൻ ആഗ്രഹിച്ച പാട്ടിലെ 2-3 പോയിന്റ്സിൽ എനിക്ക് വളരെ പ്രകടമായിട്ട് അവരുടെ ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് എനിക്ക് സ്റ്റേജിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പം നമ്മൾ ചിന്തിക്കുന്ന, കാരണം ഈ പാട്ട് കേരളത്തിൽ എത്രയോ ഗായകർ അത്രയും മനോഹരമായിട്ട് പാടുന്ന പാട്ടാണ്. എനിക്കൊരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി ഒന്നും ഈ ഓതിലൂടെ പാടുന്നതിലില്ല. എനിക്കൊന്നും ഇപ്പോൾ എത്രയോ കുട്ടികൾ, ഇപ്പോൾ റിയാലിറ്റി ഷോ എടുത്താൽ തന്നെ എത്രയോ പേര് അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ഉറപ്പാവണമായിരുന്നു, എനിക്ക് ആ കിട്ടിയ അവസരത്തിൽ ആ 2-3 ന്യൂവാൻസസ് ആ പാട്ടിലെ മലരമ്പുകൾ എന്നുള്ള സംഗതി, അല്ലെങ്കിൽ ഹരിജ നമ്മളെപ്പോഴും ആലോചിക്കുമ്പോൾ ഹരിജിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്യൂൺ വിളിച്ചാൽ നിന്റെ അഴകിലേ ഇങ്ങനെയാണ് കിട്ടുക ട്യൂൺ. അപ്പോൾ ഹരിജി പറയുമ്പോൾ നിന്റെ അഴകിലേ ഇങ്ങനെ സാധനമുണ്ട്. അത് പുള്ളിയുടെ സാധനമാണ്. അപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തെ ആ ഒരു ബോൾ പാർക്കിൽ, ആ ഒരു വിസിലിറ്റിയിൽ പാടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അഗ്നിരേഖയിൽ ഭയങ്കര പഞ്ചസാര പോലത്തെ കുഞ്ഞു സംഗതിയുള്ള അഗ്നിരേഖയിൽ അത്രയൊന്നും ഇല്ലാതെ അത് അഗ്നിരേഖയിൽ അത് ആ മൈക്കിൻ്റെ ഡൈനാമിക്സ് ഇങ്ങനെ ഒരു നൂല് കെട്ടി വലിച്ച പോലെ ഉണ്ടാവുള്ളൂ ആ സംഗതി അദ്ദേഹം പാടുമ്പോൾ. അപ്പം അതിനൊക്കെ എനിക്കൊരു റിയാക്ഷൻ കിട്ടണം എന്ന് അന്ന് ഒരാഗ്രഹമാണ്. അന്ന് പാടിയിരുന്നെങ്കിൽ റിയാക്ഷൻ കിട്ടില്ല. ഓരോ ദിവസത്തെ ഭാഗ്യമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ഓപ്പൺ ക്യാൻവാസ് ആയിട്ടാണ് പോയത്. പിന്നെ പറയുള്ളൂ, വിദ്യാസാഗർ സാർ ഇത്രയും ഒരു ടാസ്ക് മാസ്റ്റർ, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള പുള്ളി ഒരു ആർട്ടിസ്റ്റിനെ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓർത്ത് വെച്ച് പിൽക്കാലത്തിൽ എമുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കി, ഒരു ആർട്ടിസ്റ്റ് എത്ര ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും മൂപ്പരുടെ ഒരു സ്റ്റേജ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടെൻഷൻ വരില്ല. പുള്ളി ആ ടെൻഷൻ റിമൂവ് ചെയ്തിട്ടാണ് പുള്ളി കണ്ടക്ട് ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ. നമുക്ക് തൊട്ടപ്പുറത്ത് അദ്ദേഹമുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഹരിജി അപ്പുറത്തിരിക്കുന്നു, വിദ്യാജി നിൽക്കുന്നു. എനിക്കൊരു എന്താ പറയുക, ഞാൻ വളരെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ ആസ്പിറേഷൻസ് അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ചെറിയ അപ്പപ്പുള്ള കാര്യങ്ങൾ നന്നായി പോകണമെന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയ ഒരു മൊമെൻറ്റ്, എനിക്കൊരു മാനിഫെസ്റ്റേഷൻ ആയ മൊമെൻറ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതൊന്നും. നമ്മൾ അന്ന് പ്രോഗ്രാമിന് പോകുമ്പോൾ പോലും ഹരിജി വരുമെന്നോ നമ്മൾ സംസാരിക്കുമെന്നോ, ഞാനൊരു സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് പോയതാണ്. ഹരിജി പുറകെ വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ പോയി ഒരു സെൽഫി എടുക്കണം, ഈ ഒരു ആംഗിളിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങനൊരു കാര്യത്തിലേക്ക് എത്തി. അതിനുശേഷം വിദ്യാജി പിന്നെ എന്നെ ഇപ്പോൾ അത് കഴിഞ്ഞുള്ള 2 പ്രോഗ്രാമിനും പുള്ളി എന്നെ വിളിച്ച് എനിക്കിപ്പം ആ പാടി 2 ഷോയിലും ഹരിജിയുടെ പാട്ടുകളൊക്കെ എനിക്ക് പാടാനുള്ള അവസരം വിദ്യാജി പിന്നെയും തന്നു. ഇപ്പം ബാംഗ്ലൂരുള്ള ഷോയിലും അതേപോലെ എനിക്ക് 4 പാട്ട് പാടാനുള്ളത്, 4 പാട്ടും ഹരിജിയുടെ പാട്ടാണ് വിദ്യാജി തന്നത്. അതൊക്കെ ഒരു നമ്മളുടെ ഒരു ഗുഡ് ഫോർച്യൂൺ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഉയിരേ ഉയിരേ வந்து என்னோடு கலந்து விடு, உயிரே உயிரே என்னை உன்னோடு கலந்து விடு, நினைவே நினைவே இந்த விண்ணோடு கலந்து விடு, கனவே கனவே எந்தன் கண்ணோடு கரைந்து விடு, காதல் இருந்தால் எந்தன் நெஞ்சோடு கலந்து விடு, காலம் தடுத்தால் என்னை மண்ணோடு கலந்து விடு, உயிரே உயிரே வந்து என்னோடு
கலந்து விடு நினைவே நினைவே இந்த விண்ணோடு കലந்து വിട്. ഇംപ്രവൈസേഷൻ്റെ കാര്യത്തിലായിരുന്നു ഹരീഷ് കേരളത്തിൽ ചർച്ചയായത്. ഈ അടുത്തും ശരത് സാറിനോട് ഞാൻ ചോദിച്ചു, ഹരീഷിനെ പറ്റിയിട്ടല്ല ചോദിച്ചത്, പാട്ടിനെ കുറിച്ചും ഇംപ്രവൈസേഷനെ കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഹരീഷിനെ കുറിച്ച് സംസാരിച്ചു. ഹരീഷ് നന്നായി പാടുന്ന ഒരാളാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടില്ലേ? മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇതൊരു സംഗീതാസ്വാദനമാണ്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ മ്യൂസിക് അപ്രീസിയേഷൻ വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ അത് അക്നോളജ് ചെയ്യാതെ നമുക്കൊരു ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ആപേക്ഷികമാണ്. താങ്കൾക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല എനിക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ മാനദണ്ഡങ്ങൾ ഈ മ്യൂസിക് അപ്രീസിയേഷനിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മ്യൂസിക് സ്റ്റൈൽസ് നമുക്ക് ഇന്ത്യയിലും പുറത്തുമായിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അപ്രീസിയേഷൻ്റെ മാനദണ്ഡം വേരി ചെയ്യുന്നതും അതിൽ നിന്ന് വിമർശനം വരുന്നതൊക്കെ ഒരു ആർട്ടിസ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം, കൊടുക്കുന്നത് അപ്പാടെ എല്ലാവരും വിഴുങ്ങി ഭയങ്കര ഗായകനാണ് ഇയാളെന്ന് എല്ലാവരും പറയണത് നടപ്പില്ലാത്ത കാര്യം. അത് ആസ്വാദന തരത്തിൽ ആപേക്ഷികത വരും എന്നുള്ള ഉറപ്പാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആദ്യം വിഷമം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു തമാശ രൂപത്തിലുള്ള ഒരു റിയാക്ഷനും, പിന്നെ ഒരു ഇനർട്ട് എന്ന് അതിൻ്റെ മലയാളം വാക്കെന്താ എനിക്കറിയില്ല, ഒരു വിരക്തിയല്ല, ഒരു അൺഅഫക്റ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരു ജേണിയാണ് എൻ്റെ. ഇപ്പോൾ ഞാൻ ഈ പാടി ഇവിടം വരെ പോയി എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളൊരു പാട്ടിനെ നമ്മളുടേതായ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വീട്ടിലെ ബർത്ത്ഡേ പാർട്ടിക്ക് പാടുന്ന തൊട്ട് ലൈവിൽ പാടുന്നവരെ എല്ലാം ഓരോരുത്തരും അവരവരുടെ ഒരു പ്രസൻറ്റേഷൻ ആ പാട്ടിൽ കൊടുക്കുന്നു. ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു പാട്ടിലേക്ക് അയാളുടെ മൈൻഡിലേക്ക് വരുന്ന കുറച്ച്, അല്ലാതെ നമ്മൾ 1.25 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് പാകപ്പെടുത്തി ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ അതിൻ്റെ പേര് ഇംപ്രവൈസേഷൻ എന്നല്ല, അതൊരു റിഹേഴ്സ്ഡ് ഫോർമാറ്റ്. അതൊരു ഇംപ്രവൈസേഷൻ അപ്പം തോന്നുന്ന പോലെ. ഇപ്പം നമ്മൾ ഇപ്പം സ്പോണ്ടേനിയസ് ആയിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു താങ്കൾ എന്നോട് എന്ത് പറയുമെന്നോ ഞാൻ തിരിച്ചെന്ത് പറയുന്നോ ഉള്ള ഒരു ധാരണയില്ലാതെയുള്ള ഒരു എക്സ്റ്റംപോർ കോൺവെർസേഷനാണിത്. അതുപോലെയാണ് ഈ പാട്ടുകൾ പാടുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പം ശരത്തേട്ടൻ്റെ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടും ആർക്കും തന്നെ അവരുടെ പാട്ടിനെ കുറിച്ച് ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല. ഞാൻ കണ്ട എത്ര കമ്പോസേഴ്സിനെ ഞാനിപ്പോൾ കണ്ടു. ഞാനിപ്പം പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഞാനിപ്പം എം ജയചന്ദ്രൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ വിദ്യാസാഗർ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പം ശരത് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ എനിക്ക് പ്രകടമായിട്ട് കിട്ടുന്ന ബിജിച്ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ധാരണ ഒരു പാട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ അവരുടെ പാട്ടുകളെ കരുതി ഒരു ഇൻസെക്യൂരിറ്റി അവർക്കില്ല. അവരുടെ ക്രിയേഷനെ കുറിച്ച് നല്ല കോൺഫിഡൻസും അവർ നല്ല പാട്ടാണെന്നുള്ളത് അവരുടെ അഭിപ്രായത്തിൽ വൃത്തികേടാക്കരുത് എന്ന് അവർ പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡവും ഒരു സാധാരണ ഓഡിയൻസ് വൃത്തികേടാക്കരുത് എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ ഡിമെൻഷൻസിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ശരത്തേട്ടനോട് പറയുന്നത് ഹരീഷ് നല്ല 2-3 സംഗതി പാടിയ ആർക്കാ ഹരീഷെ കുഴപ്പം? നല്ലതല്ലേ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം ഒരു ഓണാഘോഷ പരിപാടിക്ക് ചീഫ് ഗസ്റ്റ്, എനിക്കൊരു ചാൻസ്, ഞാൻ അവിടെ അദ്ദേഹത്തിനോട് ഇരിക്കാനോ, എന്നോട് പുള്ളി പറഞ്ഞതാ, ഒരു പാട്ട് നന്നായിട്ട കാര്യം പാടുകയാണെങ്കിൽ നമുക്ക് എന്ത് കുഴപ്പമാണ് ഹരീഷ്? സാറിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് എന്താ, ഒരാളൊരു പാട്ട് നന്നായിട്ട് പാടുന്നു, അതിനകത്ത് ഒന്ന് സംഗതി വേറെ പാടുന്നുണ്ടോ, പാട്ട് നന്നാവുന്നുണ്ടോ, പാട്ട് നന്നാവുന്നില്ലേ? പാട്ട് നന്നായില്ലെങ്കിൽ നമ്മളത് മോശമാണെന്ന് പറയും. ഒരു പാട്ടിനെ എടുത്ത് മോശമാക്കി കഴിഞ്ഞാൽ അല്ല, അതിനെ ഒരു ഇംപ്രവൈസേഷൻ എന്നുള്ള ചട്ടക്കൂടിലല്ല ഒരു കമ്പോസറും കാണുന്നത്. അവരുടെ പാട്ട് നന്നായില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന എല്ലാ ഇംപ്രവൈസേഷനും നന്നായി എന്നുള്ള ബോധ്യമൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പലതും നല്ലതല്ലാത്ത ഇഷ്ടം പോലെ അറ്റംപ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ അറിയുക. അതിപ്പം കല്ലെറിഞ്ഞ് നോക്കിയാലല്ലേ അറിയൂ, മറ്റേ മാങ്ങയിലേക്ക് കൊണ്ടുപോയില്ലേ എന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ ഒരു സ്നൈപ്പർ ഷോട്ടൊന്നും അല്ലല്ലോ. നമ്മളൊരു ആർട്ടല്ലേ, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. ആർട്ട് സിനിമ എടുക്കുന്ന പോലെയാണ്. സിനിമ ഹിറ്റാവെന്ന് അറിഞ്ഞുകൊണ്ടാണോ എടുക്കുന്നത്. അതുപോലെ തന്നെ പാടുമ്പോൾ അപ്പോൾ എൻ്റെ ചില ഇംപ്രവൈസേഷണൽ വർക്ക്സ് നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളത്, ഓൺ പോയിൻ്റ്, എനിക്ക് തോന്നുന്നു മ്യൂസിക്കലി നല്ല വാല്യൂ ഉള്ളത്, അതുപോലെ ചെയ്തിട്ടുള്ള പല ലൈവ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചില ഇംപ്രവൈസേഷൻസ് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട് വേണ്ടായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും. അവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇംപ്രവൈസേഷനെ അല്ല നമ്മളവിടെ പ്രതിക്കൂട്ടി നിർത്തേണ്ടത്. ഒരു ആർട്ടിസ്റ്റ് ഇംപ്രവൈസ് ചെയ്യുന്നു, ചിലത്
ശരിയാവുന്നു, നന്നാവുന്നു, ചിലത് നന്നാവുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്പോസേഴ്സ് ഓൺലി കെയർ അബൌട്ട് വെദർ സംതിങ് ബെറ്റർ ഇസ് കമ്മിങ്. അല്ലാതെ അവർക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന വളരെ ചുരുക്കം കമ്പോസേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവർക്കൊന്നും തന്നെ അയ്യോ ഞാൻ എന്തോ ഒരു സാക്രോസാങ്ക്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ശില്പം, അതിലേക്ക് ആരും ഒരു തെറ്റായ നോട്ടം പോലും അങ്ങനത്തെ ഇൻസെക്യൂരിറ്റിയൊക്കെ കേൾക്കുന്നവർക്കാണ്. കമ്പോസ് ചെയ്ത് വെച്ച കമ്പോസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ പേരുടെ സംസാരിച്ചിട്ട് വിദ്യാജിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഹരീഷ് സിംഗ് ഇറ്റ് അറ്റ് ദാറ്റ് സ്പീഡ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി, പീപ്പിൾ ക്യാൻ അപ്രീഷിയേറ്റ് ദാറ്റ് ഓൾസോ. പുള്ളി അത്രയും സെക്യൂർ ആണ്. എൻ്റെ മെലഡി എങ്ങനെ പ്രസൻറ്റ് ചെയ്താലും ബ്യൂട്ടിഫുൾ ആണ്. പുള്ളിനോട് ഇപ്പം എന്നോട് തങ്കത്തിങ്കൾന്ന് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മെലഡി. പുള്ളിയുടെ വാക്കുകളാണ്. ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എനി വേ, ഇറ്റ് വിൽ സ്റ്റിൽ സൗണ്ട് വെരി ബ്യൂട്ടിഫുൾ. പുള്ളിക്ക് ഒരു മാനദണ്ഡമൊന്നുമില്ല. അയ്യോ ഞാൻ ചെയ്തു വെച്ച ഒരു അറേഞ്ച്മെന്റിൽ വെച്ച മാത്രമാണ് ബ്യൂട്ടിഫുൾ, അതിന്ന് മാറിയാൽ എൻ്റെ പാട്ട് ബ്യൂട്ടിഫുൾ ആവില്ല എന്നല്ല പുള്ളി പറയുന്നത്. പുള്ളി പറഞ്ഞ് ഞാനുണ്ടാക്കിയ ട്യൂൺ നിതാന്തമായി മനോഹരമാണ്, ആര് പാടിയാലും അത് മനോഹരമായിരിക്കും, അത്രയും നല്ല ട്യൂൺ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റിയെന്നാണ് പുള്ളിയുടെ പൊസിഷൻ. അപ്പോൾ ഇതിലെ ഒരു ഡൈക്കോട്ടമി മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഇപ്പോൾ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്ത വർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ചിലത് നമുക്ക് തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം. ഹരീഷ് എന്തോ ആയി കാണിച്ചു വയ്ക്കുന്നത്, ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ, ഇതിന് പകരം അങ്ങനെ വല്ലതും നോക്കിയാൽ മതിയായിരുന്നു. അതിപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ തെറ്റായ ഷോട്ട് അടിച്ച് ഔട്ടാകുമ്പോൾ കോഹ്ലി പറയുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ്. നമ്മൾ ഇത്രയും താഴെയുള്ള ഒരാൾ, നമ്മൾ അത്രയും വലിയൊരു പൊട്ടൻഷ്യലുള്ള ആൾ പോലും അല്ല, ഒരു സാധാരണ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ, നമുക്ക് തെറ്റ് പറ്റില്ലേ? പറ്റും. അങ്ങനെ ഒരു ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു മ്യൂസിക്കൽ ജീനിയസ് ഒന്നും അല്ലല്ലോ, ഒരു സാധാരണ തലത്തിൽ നിൽക്കുന്ന ഒരു മ്യൂസീഷ്യൻ അല്ലേ ഞാൻ. നാച്ചുറലി എനിക്ക് തെറ്റുകൾ പറ്റും, അല്ലെങ്കിൽ തെറ്റായ ജഡ്ജ്മെൻ്റ് ഉണ്ടാവും, ചിലപ്പോൾ പാടുമ്പോൾ പാളിപ്പോവും. എനിക്കതിപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പം ശരത് സാറ് പറയുമ്പം നമ്മൾ ഉദ്ദേശിച്ചതാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്ത് തരത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. വളരെ എന്താണ് ഔട്ട് ഓഫ് ദി ഓർഡിനറി ആയിട്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിച്ച് കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും സ്വന്തം ഒരു പാട്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ വെർഷനെ കുറിച്ച് എന്ത് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനാണ്? അവരൊക്കെ ഏതോ മറ്റൊരു തലത്തിലാണ് അവരുടെ പാട്ടുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ഈ കേൾവിക്കാർക്കാണ് അവർക്കില്ലാത്ത ഒരു ആങ്സൈറ്റിയും ഒരു ആകാംക്ഷയും ഉദ്വേഗവും ഒക്കെ നമുക്കാണുള്ളത്. അല്ലാതെ അവർക്ക് ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, അവരാരും പാടിക്കോ മക്കളെ, ഒരു കുഴപ്പമില്ല, തെറ്റിപ്പോയോ സാരമില്ല, ഒന്നുകൂടെ പാടും, ശരിയാവും, അത്രേ ഉള്ളൂ അവർക്കൊക്കെ. ശരത് സാറിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് താളമയഞ്ഞു പാടാതെ പോകാൻ പറ്റില്ല. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര. മന്ദം മായും നൂപുരനാദം മാനസമോ ഘന ശ്യാമായവാനം. ഈ ഹരിഹരൻ സാറൊക്കെ സ്റ്റേജിൽ ചില ഇംപ്രവൈസേഷൻസ് വരുത്താറാണ്. അതാണ് ശരിക്കുള്ള മനോധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പാടുന്നതാണ് മനോധർമ്മം. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഹരീഷ് ശ്രീരാഗമൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉള്ളൊരു ഇംപ്രവൈസേഷൻ നടത്തിയതിന് ശേഷം സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടത് പ്രസൻറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴും കുറച്ചുകൂടെയൊക്കെ മാറ്റം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അതിനകത്ത് മുങ്ങുമ്പോൾ സംഭവിക്കുന്ന ചില മനോധർമ്മങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അത് സത്യമാണത്. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പാടി തുടങ്ങിയത് ഗാനമേളയിലാണ്. പ്രോപ്പർ അറേഞ്ച്മെന്റ്, താളം ക്ലിക്ക് ഇട്ടിട്ട് ആക്ച്വൽ ഓർക്കസ്ട്ര ലൈവായിട്ട് വായിക്കും. ആ മീറ്ററിൽ പാടി, അങ്ങനെ പാടി തുടങ്ങിയ ആൾ ഞാൻ. ഇതേപോലെ ഞാൻ റിയാലിറ്റി ഷോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഏഷ്യാനെറ്റിൻ്റെ വോയിസ് ഓഫ് ദ വീക്ക് എന്നുള്ള പ്രോഗ്രാം എത്രയോ വർഷം മുമ്പ്, അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ എനിക്കെന്നാൽ ബിജി ചേട്ടൻ കോൺടെസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് ബിജിവാൽ സാറ്, ബിജി ചേട്ടൻ അന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി വോക്കലിസ്റ്റായിട്ട്, പുള്ളി അന്ന് പുള്ളിയുടെ ഒരു ഓൺ കോമ്പൊക്കെ പാടി ഭയങ്കര, അന്ന് തന്നെ പുള്ളി ഒരു ലെവലിൽ അന്ന് എത്തിച്ചൊരു സമയത്ത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടി ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കറക്റ്റ് ഓർക്കസ്ട്ര സിസ്റ്റത്തിൽ മീറ്ററിൽ താളമിട്ട് ആ ഒരു ചട്ടക്കൂടിൽ പാടിയാണ് ഞാൻ ഈ ശ്രീരാഗമോ ആണെങ്കിലും ഞാൻ പിന്നീട് പാതിരാ പുള്ളിറങ്ങുന്നു. ഞാനൊരു
ഒരു എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 96 തൊട്ട് 98 കാലഘട്ടത്തിൽ ആ പാട്ട് വന്നതിന് ശേഷം ഒരു മിനിമം 20 വേദി ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട്. വേളിക്ക് വെളുപ്പാങ്കാലം ഞാനൊരു അറ്റ്ലീസ്റ്റ് ഒരു 15-20 വേദി ഒരു എൻ്റെ ഓർമ്മയിലാണ് 2 കൊല്ലത്തിനകത്ത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴാണ് അത് നിന്നത്. അതേപോലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, രാത്തിങ്കൾ പൂത്താലി ചാർത്തി, ചന്ദനച്ചോലയിൽ, പാതിരാമഴയിൽ. അപ്പം ഈ പാട്ടുകളൊക്കെ കൃത്യം ഓർക്കസ്ട്രയിൽ പാടിയാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം ആ പാട്ടുകൾ നമ്മളുടെ ലൈഫിൽ പലതവണ തിരിച്ചു വരുന്നു ആസ് എ ലിസണർ. ആ പാട്ട് നമ്മളിൽ ഭയങ്കരമായ ഒരു വ്യത്യാസങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം കണ്ടിന്യൂസ് ലിസണിങ്ങിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആവും ഈ പാട്ട് ഓരോ തവണ കേൾക്കുമ്പോഴും. ആ മൈൻഡ് ഓപ്പൺ ആയതിൽ നിന്ന് നമ്മൾ ചെയ്തു വരുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുന്നതാണ് പിന്നീട് ഒരിക്കലും ലൈവ് പാടുമ്പോൾ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് വരുന്നത്. അതും കടന്നിട്ട് എത്തുമ്പോഴാണ് ഈ ഓൺ സ്പോട്ട് ഇംപ്രോവൈസേഷൻ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഹരിജി എത്രയോ വർഷത്തിൻ്റെ ആ ഒരു മ്യൂസിക് അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് ഒരു ത്രഷോൾഡ് കടക്കുമ്പോഴാണ് ഈ ഓൺ സ്പോട്ടിലൊരു സംഭവം അത്രയും പ്രിസൈസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പോയിന്റ് എത്തിയാലും കുറച്ചൊക്കെ ഇപ്പോൾ ഓൺ ദ സ്പോട്ട്. മറ്റേത് നമ്മൾ അപ്പോഴും സ്ട്രക്ചറിൽ നിന്ന് അകത്ത് നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ലിബറേറ്റിംഗ് ആണ്. നമ്മൾ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പാട്ട് നമ്മളിൽ മാക്സിമം എത്തി നമ്മളിൽ നിറഞ്ഞ് നമ്മളെ പാട്ടിൻ്റെ ഒരു ഇന്നേറ്റ് ഭാഗമായി കഴിഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു ഭയങ്കര ലിബറേറ്റഡ് ഫീലിംഗ് ആണ്. അതൊരു പെർഫോം ചെയ്യുന്ന പോലെ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു എക്സ്പ്രഷൻ പോലെ അത് കിട്ടും. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ആ സന്തോഷമാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഇംപ്രോവ് എന്ന് പോലും ഇപ്പം ഞാൻ അതിനെ ചിന്തിക്കുന്നില്ല. അവിടെ ചെന്ന് പാടുമ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഈ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. ഇതൊരു 1000 തവണ കേട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഈ ഹമീർ കല്യാണി, ശുദ്ധ സാരംഗിലൊക്കെ ചെറിയൊരു ഫ്ലാറ്റിൻ്റെ ദൈവതം കർണാട്ടിക് പഠിച്ചവർക്ക് അപ്പോൾ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. കോരിത്തരിക്കുകയല്ലേ ആ ചെറിയൊരു ആ ദൈവതം ഫ്ലാറ്റൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമുക്ക് തന്നെ എങ്ങനെ കിട്ടും. അപ്പൊ അതൊരു ഇംപ്രൊവൈസേഷൻ ഒന്നും അല്ല. അത് അത്രയും തവണ പാട്ട് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ഏറ്റവും തമാശ ഒരു അനക്ഡോട്ടായിട്ട് പറയുന്നതാണ്. അപ്പം ഞാൻ സ്റ്റാർ സിംഗറിനകത്ത് എനിക്ക് ഒരു അവസരം കിട്ടി ജഡ്ജായിട്ട്, ഗസ്റ്റ് ജഡ്ജായിട്ട് പോകും. അപ്പോൾ ചിത്ര ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ചിത്ര ചേച്ചി അറിയാമല്ലോ. ചിത്ര ചേച്ചി ഭയങ്കരമായിട്ടൊരു പാട്ടിനെ അസസ് ചെയ്ത് നോട്ട് ബൈ നോട്ട് അറിയുന്ന ഒരു ആർട്ടിസ്റ്റ്. പുള്ളിക്കാരി പാടിയ 10,000 പാട്ടെടുത്താൽ 10,000 പാട്ടിൻ്റെയും നോട്ട് പ്രൊസിഷൻ, എന്താ പാടിയത്, എവിടെ, എപ്പോൾ, എങ്ങനെ മൂവ്മെന്റ്, എവിടെ ബ്രെത്ത്, അത്രയും വരെ അറിയുന്ന ആ ലെവലിൽ ഡീറ്റെയിൽ ഉണ്ട് ചേച്ചിക്ക്. അതൊരു അമാനുഷികമായ എബിലിറ്റിയാണ്. അപ്പോൾ ചേച്ചി ഇരിക്കും ഞാനിങ്ങനെ പാടി ഈ അറിയാതെ പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ടേക്ക് കൂടെ എടുക്കാൻ പറഞ്ഞു. ഒന്നും കൂടെ ഒരു രണ്ടാമത് ചേച്ചിനെ വിളിച്ചിട്ട് ആ ഒരു ക്രൊമാറ്റിക് നേരത്തെ പാടിയത് ഇപ്പം രണ്ടാമത് പാടിയപ്പോൾ ഇല്ലല്ലോ ഹരീഷേ. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ തവണ പാടിയപ്പോൾ ഒരു ക്രൊമാറ്റിക് പാടിയായിരുന്നല്ലേ. അപ്പം നമുക്ക് ആദ്യം അയ്യോ ചേച്ചിയോടെ ഇരിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വെക്കാറ് അത് ആ സമയത്ത് തന്നെ അവോയ്ഡ് ചെയ്ത് വിടുമായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു ഹരീഷ. ഞാൻ ഓർത്ത് രണ്ടാമത്തെ ടേക്ക് എടുക്കുമ്പോൾ ഒന്നുകൂടെ ഓർത്തിട്ട് അത് ആ ക്രൊമാറ്റിക് ഒന്നുകൂടെ ഒന്ന് ചെയ്യും. അപ്പം ചുമ്മാ അപ്പോൾ പാടിയതാണോ? അപ്പോൾ ചേച്ചി ഞാൻ അപ്പോൾ ശരി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊരു പ്രീമെഡിറ്റേഷനും ഇല്ല, അറിയാതെ അത് കയറി വന്നു. സെക്കൻഡ് ടൈം പാടിയപ്പോൾ കോൺഷ്യസ് ആയി. അപ്പം അതില്ല. അപ്പം വേറെ കുറച്ചും കൂടെ മീറ്ററിലുള്ളൊരു സാധനമാണ് സെക്കൻഡ് പാടിയപ്പോൾ വന്നത്. ഇത് പറയാനുള്ള മെയിൻ കാരണം ഒന്നിനും ഒരു മുൻധാരണയൊന്നുമില്ല. അപ്പോൾ വരുന്നു, അത് കിട്ടുന്നു, കിട്ടിയത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുന്നു, അവർ ഭയങ്കര ഹാപ്പി ആവുന്നു. അപ്പോൾ ആ ഇംപ്രൊവൈസേഷൻ വർക്ക് ചെയ്തു. ചിലപ്പോൾ പാടുന്നു, എനിക്ക് കിട്ടുന്നു, ഓഡിയൻസിന് കിട്ടുന്നില്ല. ചിലപ്പോൾ എനിക്കും കിട്ടുന്നില്ല, ഓഡിയൻസിനും കിട്ടുന്നില്ല. ഓൺ സ്പോട്ട് ഇംപ്രൂവ്സ് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചൊക്കെ വരുന്നുണ്ട്. ചെയ്ത് എനിക്ക് മനസ്സന്തോഷം കിട്ടുന്ന പോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് രാത്തിങ്കൾ പൂത്താലി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാത്തിങ്കൾ പൂത്താലി എത്ര കേട്ടാലും ഹരീഷിനി എത്ര കാലം പാടുമെന്ന് പറഞ്ഞാലും എത്ര പ്രാവശ്യം പാടിയാലും ഞാനും പാടിയിട്ടുണ്ട് എത്ര തവണ. അതൊക്കെ ഇതൊന്നും നമ്മളങ്ങനെ ഒരു പാട്ട് എന്നുള്ള ഒരു പോയിന്റിൽ നിന്നൊക്കെ പുറത്തെത്തിയ പാട്ടുകളാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ജനറേഷൻ്റെ ഗ്രോയിങ് അപ്പിൻ്റെ ഭാഗവും
ജോൺസൺ മാസ്റ്റർ ലെഗസി നമ്മളുടെ മൈൻഡിൽ ഒരു അരക്കിട്ടുറപ്പിക്കുന്ന പോലത്തെ പാട്ടുകളാണ്. ഇതിനൊക്കെ പെർഫോമൻസ് ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് തന്നെ വളരെ സ്റ്റൂപ്പിഡായിരിക്കും. കാരണം ഇതൊന്നും പെർഫോം ചെയ്യുന്ന പാട്ടുകളല്ല, ഇതൊക്കെ ആർട്ടിഫാക്ട്സ് ആണ്. നമ്മൾ ആത്തിങ്കൾ പൂത്താലി ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതി വെച്ച വരികൾ, ദാസേട്ടൻ പാടിയത്, ജോൺസൺ മാഷ് കമ്പോസ് ചെയ്ത ഒരു ആർട്ടിഫാക്ട്. അത് നമ്മൾ മൊണാലിസ നോക്കി പിന്നെയും വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സൂര്യോദയം നോക്കി നമ്മൾ വീണ്ടും പെയിൻറ് ചെയ്യുന്നത് സൂര്യോദയം അല്ല, അതിൻ്റെ ആ ആർട്ടിഫാക്റ്റിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അത്രയും മാത്രമേ ആ പാട്ടൊക്കെ ചെയ്യാൻ പറ്റൂ. പാഴിരുൾ വീഴുമീ നാലു കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി, മംഗലപ്പാലയിൽ മലർക്കുടമായി, മണിനാഗക്കാവിലെ മൺവിളക്കായി, രാത്തിങ്കൾ പൂത്താലി ചാർത്തി, കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി, നാലില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ, നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. രാഗവും കൂടെ ഒന്ന് പറഞ്ഞു തരും. ജോഗ് രാഗം, മോസ്റ്റ്ലി ജോഗ് തിലങ്ക്, രണ്ട് രാഗത്തിൻ്റെ മിക്സ്. ഗമപനി സനി പമഗ പമഗ നീ ഗസ നീ മനി ഗമപസനി പനി സഗമഗമഗ നീ ഗനി സപനി ഭഗമഗ നീ സപമഗ. ഇത് എണ്ണിയാലടങ്ങാത്ത മലയാളം പാട്ടുകളുണ്ട്. ഈ പ്രമദവനം വീണ്ടും, വാർമുകിലെ വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി, ഒരുപാട് പേരൊന്നും പറയാത്ത ഒരു പാട്ട്, മൂടൽ മഞ്ഞിന. വിദ്യാസാഗറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കോമ്പസിഷനാണ്. വിരൽ തുമ്പു തേടും വീണയായി മാറുമോ, അത് ലൈറ്റ് മ്യൂസിക് ആയിട്ട് ട്രീറ്റ് ചെയ്ത്. അതുപോലെ രവീന്ദ്ര മാഷിന്റെ കേസ് വരുമ്പോൾ അദ്ദേഹം അത് ക്ലാസിക്കലായിട്ട് ചെയ്തു വെച്ചു. മറ്റേ പ്രമദവനത്തിനകത്ത് ഒരു പക്ക സെമി ക്ലാസിക്കൽ സ്ട്രോങ് സംഭവമായിട്ട്, ഒരു ദാൽ തടാകമാണ് എൻ്റെ ഹൃദയം അതിൽ നീ ഒഴുകും കൂടിൽ, ഇതൊക്കെ ഈ രാഗ ഫാമിലിയിൽ വരുന്നതാണ്. ശൂന്യവേദികയിൽ കണ്ടു നിന്നിഴൽ ചന്തം, പറയാൻ മറന്ന പരിഭവങ്ങൾ. അത് മറ്റേ എക്സ്ട്രീം, ഒരു ഭയങ്കര ഗസൽ ഹിന്ദുസ്ഥാനി ആ ഒരു മുഴ. ശ്രുതിയമ്മാലയമച്ചൻ മകളുടെ പേരോ സംഗീതം, ശ്രാവൺ ഗംഗ. ആക്ച്വലി എണ്ണി എടുക്കണ്ട, അത്രയധികം പാട്ടുകളാണ് ഈ ഒരു സോണിൽ. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ജോൺസൺ മാഷിന്റെ പാട്ട് ഒരു ആർട്ടിഫാക്റ്റ് ആയിട്ട് വേറെ ഇങ്ങനെ നിലനിൽക്കും. അത് ഉള്ളിലാണല്ലേ ശരിക്കും. ഹരീഷിന്റെ ഒക്കെ ശരീരത്തിൽ എവിടെയൊക്കെ കാണാല്ലേ, മസിൽ മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ. മസിൽ മെമ്മറി ആബ്സല്യൂട്ട്ലി. അതിൽ പിന്നെ ആ കാലഘട്ടവും കൂടി അല്ലേ, നമ്മളുടെയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ. എനിക്ക് ഈ പുഴയും കടന്നു വരുമ്പോൾ എനിക്ക് എന്താ പറയാം, ഒരു 97 കണ്ടല്ലേ ആ സിനിമ, 97, 98 ആണ് ആ സിനിമ. എനിക്ക് 18-17 വയസ്സ്. നമ്മളുടെ മൈൻഡിലുള്ള ഒരു കൗമാരം കഴിഞ്ഞൊരു യൗവനത്തിലേക്ക് പോകുന്ന പീരീഡ്, നമ്മളുടെ പ്രണയം, അല്ലെങ്കിൽ നമ്മളുടെ അതും പോരാത്തതിന് എൻ്റെ നാട്ടിൻ്റെ ഒരുപാട് വിഷ്വൽസ് ഉള്ള സിനിമ. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ വിഷ്വൽസ് ആണ് ആ സിനിമയുടെ ഭൂരിപക്ഷം. കമൽ സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ ഞങ്ങളുടെ നാടിൻ്റെ വിഷ്വൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര പാരാമീറ്റേഴ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പാട്ടൊന്നും നമ്മളെ വിട്ടു പോവുകയില്ല, അങ്ങനെ നിലനിന്ന് പോവുകയുള്ളൂ. ഇനി രംഗപുര വിഹാര, കാരണം ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്തതും എക്സിസ്റ്റ് ചെയ്യിപ്പിച്ചതും ആദ്യം അതിനകത്തായിരുന്നു. ഇതിലേക്കൊക്കെ മാറുന്നതിന് മുമ്പും മാറിയതിന് ശേഷമൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് ഒരു പരിപാടിയായിരുന്നു അത്. അതൊന്ന് പാടിയിട്ട് അവിടെ തൊട്ട് തുടങ്ങാം നമുക്ക്. ഓ പിന്നെന്താ.
ശ്രീരംഗപുരവിഹാര ജയ കോദണ്ഡ രാമാവതാര രഘുവീര ശ്രീ രംഗപുരവി മ്യൂസിക് മോജോയുടെ കാലഘട്ടത്തിലും ഈ കപ്പയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇത്ര ഉറപ്പ് ആയിരുന്നില്ലായിരിക്കും നിങ്ങളൊക്കെ വർത്തമാനം പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാണ് എമർജ് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വർത്തമാനത്തെയൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ, ബേബി ജി, വേടൻ, ഡബ്സി, അങ്ങനെ ആ കളം അങ്ങ് നിറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്പോൾ നമ്മൾ മുമ്പേ നടന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഒരു പ്രൗഡില്ലേ അതിനകത്ത്? ഇതിന്റെ ഭാഗമാവാൻ പറ്റുക അതൊരു ഭയങ്കര ഇറ്റ്സ് എ തിങ്. കാരണം ഞങ്ങൾക്കൊക്കെ വയസ്സാവുമ്പോൾ ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് യു ക്യാൻ ടെൽ നമ്മളുടെ മക്കളോടോ അല്ലെങ്കിൽ മക്കളുടെ പ്രായമുള്ളവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു നല്ല കഥയാണ് ഈ സ്വതന്ത്ര സംഗീതം. കേരളത്തിലെ സംഗീത മേഖല അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി, അതിൻ്റെ ഒരു മീനിങ് ഫുൾ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ പറയും. എന്തായി, എത്ര നല്ല പാട്ടുണ്ടാക്കിയെന്നോ എത്ര ഷോ വായിച്ചു എന്നുള്ളതല്ല, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള ഒരു മെയിൻ സ്ട്രീം അല്ലാത്ത പാരലൽ സ്ട്രീം മ്യൂസിക്കിൻ്റെ ഒരു ഭാഗം ആയി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ലൈഫിൽ, എൻ്റെ മ്യൂസീഷ്യൻ എന്നുള്ള ലൈഫിൽ ഞാൻ ഏറ്റവും ഉയരത്തിൽ വെക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെക്കാളും മുൻപ് വന്നവരെ കുറിച്ച് പറയാതെ ഞങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന മദജൈൻ, എവർഗ്രീൻ, 13 AD, കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം അവിയൽ, വീണ്ടും മദജൈൻ, ഒരു രണ്ടാം മക്തൂബ് എന്നുള്ള ആൽബം വരുന്ന സമയത്ത് ആ സമയം അറൗണ്ട് അകം, ജോബ് കുര്യൻ, തൈക്കുടം ബ്രിഡ്ജ്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തൈക്കുടം ബ്രിഡ്ജ്, മസാല കോഫി അറൗണ്ട് ദ സെയിം ടൈം. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സിംഗർ സോങ് റൈറ്റർ സിറ്റുവേഷൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി. മറ്റേ അമൃതം ഗമയ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഗൗരി ലക്ഷ്മി, മറ്റേ സുദീപ് പാൽനാടിൻ്റെ ബാൻഡ്, അങ്ങനെ പിന്നെ ഇപ്പോഴാ കറങ്ങിപ്പോൾ വേടൻ, ഡബ്സി, മറ്റേ പുതിയ കുറേ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു മെറ്റമോർഫോസിസ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് മുമ്പ് പോയവരാണ് ഏറ്റവും സ്ട്രഗിൾ ചെയ്തത്. ഈ അന്ന് സിനിമാ സംഗീതത്തിൻ്റെ പുറത്തേക്ക് കേൾവി പോലും ഉണ്ടാവാത്തൊരു കാലം. ഈ കൊച്ചിയിലെ ചെറിയ പോക്കറ്റ്സിലും ചെറിയ ബാർസിലും ഒക്കെ ഈ വെസ്റ്റേൺ മ്യൂസിക് കേട്ടുള്ള ഒരു എക്സ്പോഷർ ഉള്ളവർക്ക് മാത്രം വേണ്ടി സംഗീതം അവതരിപ്പിക്കുന്ന ഒരു അപ്പോൾ ഞാനിപ്പം ബൈജു ചേട്ടനോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സൂരജ് മണി ചേട്ടനോട് സംസാരിക്കുമ്പോൾ ഒക്കെ അവർ കഥകളായിട്ട് ഇത് പറയും. അവർ തുടങ്ങിയ കാലത്തുള്ളത് ഒട്ടും ഓഡിയൻസ് ഇല്ലാത്തൊരു കാലഘട്ടത്താണ് ഒട്ടും ഓഡിയൻസേ ഇല്ല, മീഡിയംസ് ഇല്ല, യൂട്യൂബ് ഇല്ല, ഈ പറയുന്ന മ്യൂസിക് മോജോയോ ഗപ്പ ടിവിയോ മറ്റ് മീഡിയംസോ ഇല്ല. അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ട്രെയിൽ ബ്ലേസിങ് മേവറിക്സ്. അവർ ചെയ്തത് ആ കാലഘട്ടത്തിൽ അവർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കുറച്ചും കൂടി മെയിൻ സ്ട്രീമായിട്ട് നോക്കുകയാണെങ്കിൽ ബാലഭാസ്കർ, റിമെമ്പറിങ് ഹിം, അദ്ദേഹം കുറച്ചിതിലേക്ക് പുള്ളി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ എങ്ങനെയൊക്കെയോ മെയിൻ സ്ട്രീമായിട്ട് കണക്ട് ചെയ്ത് അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നല്ലപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സമയം എത്തിയപ്പോഴത്തേക്കും യൂട്യൂബായി, മ്യൂസിക് വീഡിയോ എന്നുള്ളൊരു ഐഡിയയായി, ഷോസായി, കുറച്ചും കൂടിയും ഇൻ്റർനെറ്റ് ജനറേഷൻ പിള്ളേരായി. അപ്പം ഞങ്ങൾക്ക് പൊടിക്ക് എളുപ്പമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സിനിമാ മേഖല എന്നുള്ള ഒരു ഭീമൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പ്രോഗ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ 18ാമത്തെ വർഷമാണ് അകം ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഐ ക്യാൻ ടെൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പോയിന്റ് വരെ പോലും എത്തിയത്. പക്ഷേ ഇപ്പോൾ സിനിമാ സംഗീതം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള ഒരു വേർതിരിവിപ്പില്ല. ഇപ്പം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ സുഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സുഷിൻ എത്രത്തോളം സിനിമാ കമ്പോസറാണോ അത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനാണ്. സുഷിൻ്റെ ബാൻഡ് ഡൗൺ ട്രോഡൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ നിന്ന് വന്ന ഒരു മെറ്റൽ മ്യൂസിക് സ്പിയറിൽ നിന്ന് വന്ന ബാൻഡാണ് അദ്ദേഹത്തിൻ്റെത്. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മെയിൻ സ്ട്രീം മ്യൂസിക് അദ്ദേഹം ചെയ്യുന്നു. രണ്ടിലും അദ്ദേഹം
മാസീവായിട്ട് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇന്ന് ആ ലൈൻസ് ഷ്രിങ്കായി. ഇപ്പോൾ ഡബ്സി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം സിനിമയിലും പാടുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പാടുന്നുണ്ട്. വേറെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഹരിശങ്കറിനെ എടുത്താലും സൂര്യസന്തോഷിനെ എടുത്താലും അവർ സിനിമയിലും പാടുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പാടുന്നുണ്ട്. ഗോവിന്ദനെ എടുത്താൽ അദ്ദേഹം തൈക്കൊടുത്തിൻ്റെ കൂടെ പാടുന്നുണ്ട്. ലൈൻസ് ഒക്കെ ഷ്രിങ്കായി. പഴയ സിനിമാക്കാരൻ, ഇൻഡിപെൻഡന്റ് ബാൻഡുകാരൻ, അതായിരുന്നു ഞങ്ങളുടെ കാലം. അവര് സിനിമാക്കാര്, നിങ്ങൾ ഗാനമേളക്കാര്, പിന്നെ ബാൻഡുകാർ. അതിനിടയ്ക്ക് ഗാനമേളക്കാർ വേറെ, ബാൻഡുകാർ വേറെ എന്നുള്ള ഒരു കാലം കൊണ്ടുണ്ടായിരുന്നു. ഗാനമേള അല്ല ബാൻഡ്, ബാൻഡ് അല്ല ഗാനമേള, ഗാനമേള എന്തോ ഒരു കുറഞ്ഞ സംഭവമാണ്, ബാൻഡ് എന്തോ ഒരു കൂടിയ സംഭവമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് 2024 നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് മ്യൂസീഷ്യൻസ്, മ്യൂസിക് എവിടെ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ജനാധിപത്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആർക്കും ഒരു ഹോം സ്റ്റുഡിയോയിലിരുന്ന് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പ്രസൻറ്റ് ചെയ്ത് 1 മില്യൺ തൊട്ട് 10 മില്യൺ 100 മില്യൺ വ്യൂ വരെ ഉണ്ടാക്കുന്ന ആരുടെയും ഒത്താശ വേണ്ട, ആരുടെയും കാല് പിടിക്കണ്ട. നല്ല മെറ്റീരിയലും നല്ല കണ്ടൻറ്റ്, ഒരു ചെറിയ ഐഫോൺ ക്യാമറയും ഒരു ചെറിയ റിംഗ് ലൈറ്റും ഉണ്ടെങ്കിലും നല്ല ആർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഒരാൾക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. പണ്ടത്തെ പോലെ ആരെങ്കിലും സഹായിക്കണം, ഗോഡ് ഫാദർ വേണം, കയറ്റി വിടണം, അതിനകത്ത് പൊളിറ്റിക്സ്. ഇന്ന് ഒരു യങ് ആർട്ടിസ്റ്റിനെ ആർക്കാണ് തടയാൻ പറ്റുക? ആർക്കും അവരുടെ വഴിയിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തന്നെത്താനെ കയറി വന്നതാണ്. ആരും അവരെ കൈപിടിച്ച് ഉയർത്തിയോ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ ഒന്നും വന്നവരല്ല. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ളവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല. ദേ ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദർ ആർട്ട്, ദേ ആർ ക്രിയേറ്റിംഗ് പവർഫുൾ ആർട്ട്. പൊളിറ്റിക്സ് പറയാൻ ഭയമില്ല, ആക്റ്റീവായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പേടിയില്ല, അല്ലെങ്കിൽ ഒരു പുതിയ മ്യൂസിക് സ്റ്റൈൽ അവതരിപ്പിക്കാൻ യാതൊരു ചമ്മലോ മടിയോ ഇല്ല. ഒന്നുമില്ലാത്തൊരു ഉഗ്രൻ ജനറേഷനല്ലേ ഇപ്പോൾ ഉള്ളത്. നമുക്കത് കണ്ട് പാർഷ്യലി അസൂയപ്പെടാം, പാർഷ്യലി സൈഡിൽ മാറി നിന്ന് കൈയടിക്കാം. ഇതിൽ രണ്ടുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ മാറി നിന്ന് കൈയടിക്കുന്നു, അതേപോലെ ഒരു ചെറിയ അസൂയയോടെ കാണുന്നു. ജനിച്ചത് കുറച്ച് വൈകിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഉടൻ തന്നെ നമ്മൾ പറയും ഇവരുടെ കൂടെ ഒന്നും മത്സരിച്ച് മുട്ടി എവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നേരത്തെ ജനിച്ചത് നന്നായി എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഈ അടുത്ത് ഞാൻ അറിവിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അറിവ് പറഞ്ഞു, കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു ബൂമാണ് ശരിക്കും അറിവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഇത്ര ധൈര്യം കൊടുത്തത്. തീർച്ചയായിട്ടും. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ആകെ ഒരു ബൂം ഉണ്ടാക്കാൻ കഴിഞ്ഞ അറിവിനെ പോലെ ഒരു ആൾ വളർന്നു വന്നത് കേരളത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. തീർച്ചയായിട്ടും. ആക്ച്വലി സ്പോട്ടിഫൈയുടെ ഡേറ്റ ഉണ്ട്, കേരളത്തിലെ മാത്രം ഹിപ്പ് ഹോപ്പ് കോണ്ടന്റ് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് R&B ആൻഡ് റാപ്പ് കോണ്ടന്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ് ഒരു ഇന്ത്യൻ കൺട്രിയിലെ സ്പോട്ടിഫൈയിൽ. മലയാളം എന്നുള്ള ഒരു നീഷ് സ്പേസിൽ നിന്ന് അങ്ങനെ ഒരു ഭയങ്കര പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റി. നമ്മളൊക്കെ ശരിക്കും ഞാനും താങ്കളും ഒക്കെ പ്രൗഡ് ആവേണ്ട കാര്യമാണ്. പാതിരാപ്പൂ വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവ് വേണം, പാടിക്കളിക്കുവാനായി ആടിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം തുള്ളും ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതൈതോം ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ തകതൈതൈതോം. ഇതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുണ്ട്, കാരണം ചില കാര്യങ്ങളൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഹരീഷിൻ്റെ ചില പോസ്റ്റുകൾ എപ്പോഴും സംസാരിക്കപ്പെടും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ആ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഹത്തിലെ നിറങ്ങളെ പാടൂ, ഈ പാട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ട്. നിങ്ങൾ ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഗംഗയോ പ്രമദവനോ അങ്ങനെ ഏത് പാട്ടെടുത്താലും അതിനകത്ത് ഹരിമുരളീരവോ ഒന്നും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് അല്ല. നിറങ്ങളെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്, അതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതൊരു ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നതാണെന്നുള്ളൊരു പോസ്റ്റ് വരുന്നുണ്ട്. ഈ പോസ്റ്റ് വീണ്ടും വർത്താനം പറയുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായി വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെ പറയിക്കാൻ ഒക്കെ ഹരീഷ് ശ്രമിക്കുന്നത് ആക്ച്വലി ആൾക്കാരെ കുറച്ചുകൂടെ മ്യൂസിക്കുമായിട്ട് അടുപ്പിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമല്ലേ. ഒരു സാധാരണക്കാരനെ കുറച്ചുകൂടെ മ്യൂസിക്കിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ ലക്ഷ്യം. ഇതിൽ താങ്ക് യു. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ കൗശികി ചക്രവർത്തി അറിയാമല്ലോ, ലെജൻഡറി അജയ് ചക്രവർത്തി സാറുടെ മകള്. അതുപോലെ തന്നെ ഷീസ് ഇന്ന് ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിലെ ഒരു ഏറ്റവും ഉയർന്ന ഒരു ശ്രേണിയിലുള്ള ഒരു മ്യൂസിക്. പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാനത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാം, അവിടെ കേൾക്കണം എന്നുള്ളത്. അവർ പറയുന്ന ഒരു കലാകാരൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് ആർട്ടിൻ്റെ ഓരോ തലങ്ങളിലേക്ക് ഓഡിയൻസിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഉയർത്തി അവരുടെ ആസ്വാദന നിലവാരത്തെ ഓരോ ദിവസവും ചെല്ലുന്തോറും
ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ നിയോഗം. അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഒരു ഓഡിയൻസിന്റെ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്നത് പാടുക എന്നുള്ളതല്ല ഒരു ആർട്ടിസ്റ്റിന്റെ നിയോഗം. ഞാനിത് ഇപ്പോൾ അവരെ പോലൊരു വ്യക്തി എന്ന് പറയുന്നത് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു വാലിഡേഷനാണ്. കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന അവരുടെ അത്ര ആർട്ടിക്കുലേറ്റ് ആയിട്ട് എനിക്കത് പറയാനും പറ്റിയില്ല. അവരുടെ അത്രയും വലിയൊരു മീഡിയമോ ഒരു ക്യാൻവാസോ എനിക്ക് കിട്ടിയുമില്ല. പക്ഷേ അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ, കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എല്ലാ ആർട്ടിലും കോംപ്ലക്സിറ്റി ഉണ്ട്. നമ്മൾ അതിന് കൽപ്പിച്ചു കൊടുക്കുന്ന കോംപ്ലക്സിറ്റിയും ആക്ച്വൽ കോംപ്ലക്സിറ്റിയും പലതും സെയിം അല്ല. ചില സംഭവം, ഉദാഹരണത്തിന് ഞാൻ സ്റ്റേജിൽ കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് ഞാനിപ്പോൾ അവതരിപ്പിച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു മലറുകളെ, നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ചു പറയാൻ അത് പ്രധാനമാണ്, എനിക്കൊരു അവസരം തരണം. ഇപ്പം ഞാൻ സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നു, മലറുകളെ പാടിയിട്ട് ഞാനൊരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ശ്വാസം ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഉരുകിയതേ ഇങ്ങനെ പാടുമ്പോൾ ഭയങ്കര ക്ലാപ്സാണ്. ഒരു എനിക്കും അറിയാം അതിന് ഭീകര ക്ലാപ്സ് കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ്, ആത്മാർത്ഥതയും ഓണസ്റ്റിയും ഉള്ളൊരു ആർട്ടിസ്റ്റ്. ഇപ്പം ഞാൻ ഈ ചെയ്തില്ലേ, ഏറ്റവും ലളിതമായ കാര്യമാണ്. ഈ ലങ്സിൽ കാറ്റ് നിറച്ചിട്ട് ഒരു നോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിടിക്കുക. സാ എന്നുള്ള നോട്ട്, അല്ലെങ്കിൽ പാ എന്നുള്ള നോട്ട്, അല്ലെങ്കിൽ രീ എന്നുള്ള നോട്ട്. 2 താളവട്ടം, 3 താളവട്ടം, 4 താളവട്ടം, എന്തിന് 6 താളവട്ടം വരെ ഇത് പിടിക്കാൻ പറ്റും. പ്രാക്ടീസും ശാരീരഗുണം വേണം. പിന്നെ മദ്യപിക്കാതെയും സിഗരറ്റൊന്നും വലിക്കാതെ നന്നായിട്ട് നോക്കിയൊരു ലങ്സ് ഉണ്ടാവണം. ഒരു നല്ല ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ ദേഹം പൊന്നുപോലെ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി, ഈ ഒരു നോട്ട് നീട്ടിപ്പിടിക്കുന്നത് എന്നേക്കാൾ, ഇപ്പം ഞാനൊരു 3.5 ആവർത്തിയായി കാണും ഞാനിപ്പോൾ പിടിച്ചത്. അത് എല്ലാം പിടിക്കുകയാണെങ്കിൽ അത് 6 വരെയൊക്കെ പിടിക്കുന്നത് എനിക്ക് തന്നെ അറിയാം. മധുചേട്ടൻ എനിക്ക് തോന്നുന്നത് 12 വരെ പിടിക്കും. മധുചേട്ടൻ ഇതല്ല ടെക്നിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മധുമൊഴി രാധേ നിന്നെ തേടി എന്നുള്ളൊരു സാധനമില്ലേ, അതൊരു 8 ബാർ, അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിവ് വേണം. പക്ഷെ അതല്ല ഡിസ്പ്ലേ ഓഫ് മ്യൂസിക്കൽ ക്രാഫ്റ്റ്. ഡിസ്പ്ലേ ഓഫ് മ്യൂസിക്കൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുക പോലുമില്ല അതിന് ക്രാഫ്റ്റ് വേണമെന്ന്. പാടാൻ നോക്കുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ ഇത് പാടാൻ പറ്റും. ഇപ്പം ദാസേട്ടൻ്റെ ചില പാട്ട് എടുത്തു കഴിയുമ്പോഴേ നമ്മൾ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യാത്തൊരു പാട്ട്, ഞാൻ എക്സാമ്പിൾ എടുക്കാതെ അങ്ങ് പറഞ്ഞുതരാം. പാടാൻ എടുക്കും നമ്മളൊരു 2 കഴിയുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും സിംഗിൾ ടേക്കിൽ ഇത് പാടിയത്. ഇപ്പം മറ്റേ കവിയുടെ ഗാനരസാമൃതല്ലേ, എത്ര റിയാലിറ്റി ഷോ, എത്ര ഗാനവേള, എത്ര പ്രോഗ്രാമിനകത്ത് ആ ഹൈ നോട്ട് പിടിക്കുന്ന സിംഗേഴ്സിനെ ഞാൻ എണ്ണം എടുത്ത 1000ൽ കൂടുതലുണ്ടാവും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അത് കോംപ്ലക്സ് അല്ല. ഇതേപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട്, മറ്റേ ഈ രാമകഥാ ഗാനത്തിന്റെ അവസാനത്തെ ജതി. മ്യൂസിക്കലി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, കേൾക്കുന്നവർക്ക് ഭയങ്കര ഹാപ്പിനെസ് വരും. ബട്ട് ആർട്ടിസ്റ്റിക്കലി ഈസ് ഇറ്റ് കോംപ്ലക്സ്? നോ, ഇറ്റ് ഇസ് നോട്ട്. എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. അത് ദാസേട്ടന് മാത്രം. ഞാൻ ചില കാര്യങ്ങളൊക്കെ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു സാധനം. ഇപ്പോൾ എനിക്കൊന്ന് മധുബാലകൃഷ്ണൻ അദ്ദേഹം ഒരു പക്ഷേ ഒരു 99.9% എത്തിക്കും. അതിലുപരിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ വിൽവാദ്രിയിൽ തുളസീതളം ചൂടാൻ വരും മേഘവും, ആ സംഗതിയില്ല, ആ ഉരുട്ട സംഗതിയില്ലേ, അത് ദാസേട്ടൻ പാടുന്ന ആർക്കും പാടാൻ പറ്റില്ല. അത് എത്ര തവണ താങ്കൾ കേട്ടിട്ടുണ്ട് ആ ഒരു സംഗതി? ഓ എൻ്റെ അമ്മോ എന്ന് ആരെങ്കിലും പ്രതികരിക്കുന്നത്? നിറങ്ങളുടെ അതുപോലെ കരിമഷി പടരുമീ വിളക്കിൽ, ഒറ്റ ശ്വാസത്തിൽ ദാസേട്ടൻ അത് പാടുന്നത്. ഒരുപാട് കുറവ് സിംഗേഴ്സേ ഉള്ളൂ ആ ഒരു ക്വാളിറ്റിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഗംഗെ, ഈ രാമകഥ, ദേവസഭാതലം, ഇതൊക്കെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകൾ പാടി നമുക്ക്. ഇതിൻ്റെ ലളിതമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെ ക്ലോസ് ടു ഒറിജിനലായിട്ട് പാടാൻ പറ്റുന്നൊരു കാര്യം നാച്ചുറലി ഈസ് നോട്ട് വെരി ഹാർഡ്. അത് സയൻസാണ്.
അതാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരു നല്ല ഓഡിയൻസ് എങ്ങനെയാണ് ഒരു നല്ല പാട്ട്. അത് ചിത്ര ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പണ്ട്, എനിക്ക് തോന്നുന്നു താങ്കൾ അത് കണ്ടിട്ടുണ്ടാവും, രവീന്ദ്ര മാഷ് ചേച്ചിയെ വാർമുകിലെ പഠിപ്പിക്കുമ്പോൾ ഓരോ വാർമുകിലെയും ഓരോ സംഗതിയാണ്. അത് ആ എല്ലാ സംഗതിയും അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചേച്ചിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കത്രിക ഇങ്ങനെ മില്ലിമീറ്റർ സ്കെയിലിൽ വരച്ച് വെട്ടിയ പോലെയാണ് ചിത്ര ചേച്ചി പാടുന്ന സംഗതി. അതിനകത്തൊരു കുറച്ച് ഫീല് കൊടുത്തു, എന്തോ കുറച്ച് അങ്ങോട്ടേക്ക് വലിച്ചിട്ട്, പക്ഷെ മൊത്തത്തിൽ കൊള്ളാം അങ്ങനെയൊന്നുമല്ല. 4 നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പാടുമ്പോൾ 4 നോട്ടായിരിക്കും. അത് പാടിപ്പിക്കുമ്പോൾ ചേച്ചി 4 നോട്ട് ആണ് പറയുന്നത്. അതുപോലെ 1000 തവണ ചേച്ചിക്ക് അത് പാടി കാണിക്കാനും പറ്റും. ഞാനിപ്പം കണ്ടിട്ടുള്ളത് അത് പല റിയാലിറ്റി ഷോകളിലായിട്ട് നമ്മളെല്ലാം അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഓഡിയൻസിന് കുറച്ചും കൂടിയും ഒരു ലെവലപ്പ് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ മ്യൂസിക്കൽ കോംപ്ലക്സിറ്റി ഏത് പാട്ടുകളിലാണ്, ആ പാട്ടുകളിലേക്ക് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരിക. കാരണം ഈ പാട്ടുകളൊക്കെ ഫർഗോട്ടൺ ആവും, ആൾക്കാർ കേൾക്കുന്നില്ല. ഇപ്പം നിറങ്ങളെ പാടൂ, അല്ലെങ്കിൽ മറ്റേ രേവഗുപ്തി എന്നൊരു രാഗം, എനിക്കറിഞ്ഞ് രവീന്ദ്രൻ മാഷ് അല്ലാതെ അധികമായിരുന്നു ആ പാട്ടിൽ കമ്പോസ് ചെയ്തിട്ടില്ല. തമ്പുരു കുളിർ, അതൊക്കെ ഇന്നേറ്റ്ലി ടഫാണ് ആ പാട്ട്. അതുപോലെ കളിപ്പാട്ടമായി കൺമണി, ഇത് പാടുന്ന ആരോടും താങ്കൾക്ക് ഇത് ക്രോസ് വെരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞതൊരു മാനദണ്ഡമായിട്ട് എടുക്കണ്ട. ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, ഗായകർ ആരെ വിളിച്ച് ചോദിച്ചാലും അവർക്കൊക്കെ ഈ അഭിപ്രായം പറയും. കാരണം അതുപോലെ ജോൺസൺ മാഷിൻ്റെ എൻ്റെ മൺവീണയിൽ എത്ര തവണ ആ പാട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും. മോഹം കൊണ്ട് ഞാൻ, അല്ലെങ്കിൽ മറ്റേ ഇത് പൊന്നിൽ കുളിച്ചു നിന്നു, അല്ല ദിവ്യാനുരാഗമായ ഒഴുകൂതൊരു സാധനം, അതേ സിംഗിൾ നോട്ട്. അവർക്കൊക്കെ അറിയാം അതൊരു ജനരഞ്ജകമായ സാധനമാണ്. ഓഡിയൻസിന് അത് ഒറ്റ നോട്ട് പിടിക്കുന്ന ഒരു ഗാനമേളയ്ക്കൊക്കെ ഷോമാൻഷിപ്പിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർക്കൊക്കെ അറിയാം ഇതൊന്നും അല്ല ആ പാട്ടിൻ്റെ മ്യൂസിക്കാലിറ്റി. ആ പാട്ടിൻ്റെ മ്യൂസിക്കാലിറ്റി പലപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ പാടിയത് തെറ്റാ. ഈ പാട്ട്, ഈ നോട്ടുകൾ തന്നെ എങ്ങനെയാ രവീന്ദ്ര മാഷ് ചെയ്തതെന്ന് ആരെങ്കിലും തലകറങ്ങും. ഈ പാട്ട് എന്തേ മുല്ലേ പൂക്കാത്തു എത്ര പേര് പാടി കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ടേക്ക് ഓഫ് ആവും. നിന്നെ ഞാൻ എൻ്റെ ഉള്ളിലെ വേറെ ഒരു സ്കീം, ഈ 2 സാധനങ്ങൾ. ഇതുകൊണ്ട് പറയുന്നതാണ്, ഒരു നല്ല കോംപ്ലക്സിറ്റി ഉള്ള പാട്ടുകൾ രവീന്ദ്ര മാഷും ജോൺസൺ മാഷ്, ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, എന്തിന് ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ എം ജയേന്ദ്രൻ സാറ്, വിദ്യാസാഗർ സാറ്, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോപ്പുലറായിട്ട് അത് എന്നെ ട്രിഗറാക്കുന്ന എന്താണെന്നറിയോ? എന്നെ ഒരാൾ വിളിച്ചിട്ട് നിനക്ക് പറ്റുമെങ്കിൽ എന്തേ മുല്ലേ പൂക്കാത്തു ഒന്ന് പാടി കാണിക്കടാ എന്ന് എന്നോട് പറഞ്ഞാലേ ഞാനൊന്ന് വലിയും. സംഭവം നമ്മളിങ്ങനെ ആലോചിക്കും, ഓഹ് എൻ്റെ പൊന്നുമോനെ, അല്ല ഇത് പുലിവാലാവും. കാരണം പക്ഷെ എന്നോട് പറയുന്ന ഹരിമുരളിയുടെ ഒരു 3 ദിവസത്തെ പാട്ട് ഞാൻ ലളിതമായിട്ട് പാടിത്തരാം. ഞാനെന്നല്ല, അതല്ല കോംപ്ലക്സ് ആയിട്ട്. എൻ്റെ പ്രശ്നം അതാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നിട്ടാണ്. നമ്മുടെ നിറങ്ങളെ പാടിയുടെ പല്ലവി ദാസേട്ടൻ പാടിയ പോലെ ഒന്ന് പാടി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളപ്പം സൈഡ് വലിയും. അല്ലെങ്കിൽ എന്തിനാ മൂവന്തി താഴ്വരയിൽ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡ് വലിയും. കാരണം ആ ദാസേട്ടൻ്റെ വോയിസിൻ്റെ റേഞ്ച് ഏറ്റവും ആദിതാര സ്ഥായിൽ നിന്ന് അന്തസ്ഥായി വരെയുള്ള ഫുൾ റേഞ്ച് ഓടുന്ന പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് താഴത്തെ ബേസിൽ നമ്മളുടെ വോയിസിൽ കാറ്റ് മാത്രമാണ് അവിടെ വരുന്നത്. ഞാൻ പാടാൻ ശ്രമിച്ചാൽ വെറും കാറ്റ്, ഇങ്ങനെ ഹസ്ക്, മറ്റേ എയർ, മറ്റേ ലേസിൻ്റെ പാക്കറ്റ് മാത്രം പുറത്ത് വരും ഞാൻ പാടിക്കഴിഞ്ഞാൽ. ഇതിലെ കാര്യം എന്താ പറയുക രതീഷ്, ഞാൻ ഭയങ്കര സെൽഫ് അവെയർ ആണ് എന്നെക്കുറിച്ച്. എനിക്ക് പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷെ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല ചെയ്യാൻ പറയുന്ന ഭൂരിപക്ഷം കാര്യങ്ങളും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ആസ്വാദന തലത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ശരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആസ്വാദന നിലവാരം കൂടും. അപ്പോൾ നമ്മൾ ആ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ആ പാട്ടുകളിലുള്ള ഡീറ്റെയിൽസ്, പൊയ്കയിൽ കുളിർ പൊയ്കയിൽ, എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ, ആൾക്കാരെ ഒരു ദിവസം 15 തവണ കേൾക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ആൾക്കാരത് ഇട്ടിട്ടിട്ടിട്ട് കേൾക്കണം. കാരണം അത്രയും ഡീറ്റെയിൽ ആ പാട്ടിനകത്ത്. അത്രയും ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ എന്തോ രാജശില്പിയിലെ ഒരു അമ്പഴിക്കല ചൂടുമൊക്കെയാണ് എന്നോട് ആൾക്കാർ പറയുന്നത്. ഭയങ്കര അതിനകത്ത് രാഗമാലിക
പക്ഷെ രവീന്ദ്രൻ മാഷിങ്ങനെ സൈഡിൽ കൂടെ പൊയ്കയിൽ എന്നൊരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴാണ് എൻ്റെ പൊന്നു ചേട്ടാ ഈ പാട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റേ പാട്ടിൻ്റെ കാര്യം പറയുന്നതെന്ന് ചോദിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞ എണ്ണം പറഞ്ഞ പാട്ട് ചന്ദനശിലയിൽ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ട് കുലം എന്നുള്ള സിനിമയിൽ നോട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ ഏത് തരം ബ്രെയിനിലാണ് ആ നോട്ട് സഞ്ചരിക്കുന്നതെന്ന് പോലും ആലോചിക്കാൻ പറ്റില്ല. മിണ്ടാത്തതെന്തെന്നേ നാണം വന്നിട്ടോ എല്ലാവരും പേശുമ്പോൾ വന്നിട്ടോ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ട്യൂണൊക്കെ? അത് ചിത്ര ചേച്ചി പാടുന്നത് അച്ചടിച്ച് വെച്ച പോലെ ഉള്ള പ്രിസിഷൻ, രാജഹംസവേ, അതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പാടുന്നുണ്ട്. താരം വാൽക്കണ്ണാടി നോക്കി. പക്ഷെ എൻ്റെ വൻവീണയിൽ അധികം ആരും ശ്രമിക്കാറില്ല, കുറവാണ്. കാരണം അത് എനിക്ക് തോന്നുന്നത് യേശുദാസ് എന്നുള്ളൊരു വോക്കലിസ്റ്റിന്റെ ശബ്ദം ഒരു മീഡിയമായിട്ട് ഉപയോഗിച്ച പാട്ടാണ്. പല പാട്ടുകളും ദാസേട്ടൻ്റെ വോയിസ് ഒരു സ്ട്രോങ് മീഡിയം, ആ മീഡിയത്തിലൂടെ അല്ലാതെ ആ പാട്ടുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അത് വേറെ ആരുടെയും കുറവല്ല, അത് ഒരുപാട് ജനറേഷനുകൾക്ക് ശേഷം ഉണ്ടായി വന്നൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം വോയിസ്. അത് ക്രിറ്റിസിസത്തിന് പുറത്തുള്ളൊരു വോയിസാണ്. ആ വോയിസ് ഇഷ്ടപ്പെടാതിരിക്കാം. ഇനി ആ ശബ്ദമേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പം അവരോട് നമ്മൾ എന്ത് പറയാനാണ്? അത് ഈ പറഞ്ഞ പോലെ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ഒരു ചോയ്സ് അന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ നമ്മളത് അങ്ങ് വിട്ടുകളയും. ഇപ്പൊ യേശുദാസ് സാറിന്റെ വോയിസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊക്കെ ഫാൻ ബോയ് ആണ്, ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഇതുമില്ല. ഫാൻ ബോയ് ആണ്, ഇനി ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഫാൻ ബോയ് ആയിരിക്കും, മരിക്കുന്നവരെ ഫാൻ ബോയ് ആയിരിക്കും.